ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഗിബിളി ഇമേജിൻ്റെ ഒരു വീഡിയോ ആണ്. സോ അത്യാവശ്യം ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വീഡിയോസ് ഇതുപോലത്തുള്ള ഫണ്ണായിട്ടുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഇത് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. സോ അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ChatGPT ഓപ്പൺ ആക്കണം. ഓക്കെ, ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഇൻ്റർഫേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ശേഷം ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 9:860 റേഷ്യോയിലൊരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കുക. ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ഫുള്ളാക്കിയിട്ട് അതിൻ്റെ കളറ് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫോട്ടോ, നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ഫോട്ടോയുടെ എഫക്ട് സെക്ഷനിൽ പോയിട്ട് നമുക്ക് വൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കുക. ദെൻ അതിൻ്റെ ആംഗിൾ നമുക്ക് ഒരു 90 ആക്കി കൊടുക്കുക. 90 ആക്കിയതിന് ശേഷം അതിൻ്റെ എൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു ChatGPT എഴുതിയിരിക്കണ ആ ഒരു ഭാഗം മാത്രം കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് അവിടെ അതൊരു മേലെയായിട്ട് ജസ്റ്റ് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വീണ്ടും നമുക്ക് ബാക്ക് അടിച്ച് ChatGPT ഓപ്പൺ ആക്കിയ ശേഷം ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ആഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ ആ ഒരു ഗിബിളി ഇമേജ് ക്രിയേറ്റ് ചെയ്യണ ആ ഒരു പ്രോമിറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺവേർട്ട് ടു ഡിജിറ്റൽ ഗിബിളി ഇമേജ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ എക്സാമ്പിളായിട്ട്. ഓക്കെ, അതിപ്പോൾ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ആയിട്ടുണ്ടാവില്ല. ദെൻ ഇവിടെ ഫോട്ടോ ഇങ്ങനെ വരികയും ചെയ്യും. അടിയിലായൊരു നമ്മുടെ പ്രോമിറ്റും ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരെ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇത് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ അതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പ് ആഡ് ആക്കിയതിന് ശേഷം ആ ഒരു അടിയിലെ 3 ലൈനിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടിയിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് വലുതായി കിട്ടും. ഓക്കെ, ഇതുപോലെ സൈഡിലും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു അടിയിലെ സ്ക്രീൻഷോട്ട് ഒന്ന് മേലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ഇത്ര ആക്കി വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് വീണ്ടും അടിയിലായ ഒരു റെക്റ്റാങ്കിൾ മേലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഇവിടെ വെച്ചതിന് ശേഷം നമുക്കത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് മേലെ കാണുന്ന ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ഇവിടെ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. സോ ആ ഒരു സൈഡ് കർവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് യൂസ് ചെയ്യണ ആ ഒരു സോങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു സോങ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു സോങ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ദെൻ എക്സ്ട്രാക്ട് ചെയ്ത് ഓഡിയോ ആക്കിയതിന് ശേഷം ഈ ഒരു റെക്റ്റാങ്കിളും ആ ഒരു ഫോട്ടോയും നമ്മുടെ ഓഡിയോയുടെ എൻഡ് വരെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാം. ഓക്കെ, ഇവിടം വരെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്നൊരു ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ തൊട്ടാണ് നമുക്ക് ആ ഒരു സെക്കൻഡ് ഇമേജിൻ്റെ ആ ഒരു ബീറ്റ് വരുന്നത്. സോ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എഡിറ്റ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ക്രീൻ റെക്കോർഡിൻ്റെ ഫാസ്റ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ബീറ്റിൻ്റെ അവിടം വരെ ആവണം നമ്മുടെ ഒരു സ്ക്രീൻ റെക്കോർഡ്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്തത് അവിടം വരെ ആയിരിക്കണം. ഓക്കെ, ദെൻ നമുക്ക് അവിടം വെച്ച് ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു ഇമേജ് ആഡ് ചെയ്യലാണ്. സോ ഈ ഒരു ഇമേജാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിന് വേണ്ടി നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് എഫക്റ്റിൽ പോയിട്ട് വൈപ്പ് ആഡ് ചെയ്തതിന് ശേഷം ആംഗിൾ 90 ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് എൻഡ് ഒന്ന് കൂട്ടി കൊടുത്താൽ അതിനകത്ത് അടിയിലുള്ള ചാറ്റൊക്കെ മാറി കിട്ടും. നമുക്ക് സ്റ്റാർട്ടും ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ ഇതിവിടം വെച്ച് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ക്രോമാക്കി എന്ന് പറയുന്നത് ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കളർ പിക്ക് ചൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് അടിയിലുള്ള ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം.
ഓക്കെ, അത്രയും സെറ്റാക്കിയതിന് ശേഷം നമുക്കിനി നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഈ ഒരു ChatGPT ടൈപ്പ് വരുന്നതാണ്. സോ അപ്പോൾ അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം, ഒരു സർക്കിൾ ആഡ് ചെയ്യാം. ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ആക്കിയിട്ട് നമുക്കിത് ഇവിടെ ChatGPT ഒരു ലോഗോ വരുന്ന ദിവടായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, ശേഷം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ എഫക്റ്റിൽ ഗ്ലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ശേഷം നമുക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് ആഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ റെഡ്യൂസും ആൽഫയും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഗ്ലോയിങ് ആക്കി കൊടുക്കുക. സോ ഇത് നിർബന്ധമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയതിന് ശേഷം കുറച്ച് നീക്കിയിട്ട് ഒന്നുകൂടെ കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ഗ്രാഫ് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു സൂമിങ് ഇവിടെ കിട്ടും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ChatGPT ഈ ഒരു ലോഗോ വേണം. സോ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഡൗൺലോഡ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സൂമിങ് കുറച്ച് ഇവിടെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ ബ്ലെൻഡിങ്ങിൽ പോയതിന് ശേഷം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിം 0 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫെയ്ഡിങ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലോഗോ സൂം ആയിട്ട് വരണം. സോ അതിനെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് നീക്കിയിട്ട് ആ ഒരു സൂമിങ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ശേഷം നമുക്ക് സ്ക്രീനിലാണ് ഈ ഒരു ഗ്രാഫ് അതിൽ ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് നേരത്തെ ആഡ് ചെയ്ത ആ ഒരു ഗ്ലോ എഫക്റ്റ് കോപ്പി ചെയ്തിട്ട് ഈ ഒരു ലോഗോയിലും കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഹിയർ ഇസ് ദ റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു ടൈപ്പും കൂടെ ചെയ്യാനാണ്. സോ ഇതിനെ നമുക്ക് ടെക്സ്റ്റ് എടുക്കാം. സോ ഹിയർ ഇസ് ദ റിസൾട്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കുക അതിൻ്റെ കളറ്. ദെൻ ടിക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് ചെറുതാക്കിയിട്ട് ഇതിവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്ത് നല്ല രീതിയിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കുക. ശേഷം നമുക്ക് ആ കോപ്പി ചെയ്ത ആ ഒരു ഗ്ലോ ഇതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ എൻഡ് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് തന്നെ മൈനസ് ചെയ്ത് കൊടുക്കുക, ആ ഒരു ടെക്സ്റ്റ് പോണ വരെ. ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു ആനിമേഷൻ കിട്ടും. ദെൻ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി കൊടുക്കുക. ദെൻ നമുക്ക് ഫെദർ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ആനിമേഷൻ ഇവിടെ കിട്ടും. ഇനി നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഓഡിയോ കേട്ടിട്ട് ആ ഒരു ടെക്സ്റ്റ് വരേണ്ട ആ ഒരു ടൈമിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സൂമിങ് ആണ്. സോ ആ ഒരു ടെക്സ്റ്റ് വരുമ്പോൾ ആ ഒരു സൂമിങ് ആ ഒരു സൂമിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റിനെ നമുക്ക് നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മീഡിയാസും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഫസ്റ്റ് തന്നെ ആദ്യത്തെ മീഡിയ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു നള്ള് 1 എന്നുള്ള ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സർക്കിളും ലോഗോയും ആ ഒരു ടെക്സ്റ്റും എല്ലാം നമുക്ക് അതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നള്ള് ക്ലിക്ക് ചെയ്തിട്ട് നള്ളിൻ്റെ സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് കുറച്ച് നീക്കിയിട്ട് ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് സൂം ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കാം. അപ്പോൾ നമുക്ക് എല്ലാം സൂമായി വരുന്ന കാണാം. അപ്പോൾ നമുക്ക് സെൻട്രലായിട്ടല്ല വരേണ്ടത്, കുറച്ച് ലെഫ്റ്റിലേക്കായിട്ട് ആ ഒരു ടെക്സ്റ്റ് കാണുന്നിടത്താണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ പോയിട്ട് ആ ഒരു ഫസ്റ്റിൽ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സൂമിങ്ങിൻ്റെ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് കാണുന്നിടത്ത് ലെഫ്റ്റിലേക്ക് ആക്കി കൊടുക്കാം. ശേഷം ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ടെക്സ്റ്റ് വരുന്നിടത്തേക്ക് ആ ഒരു സൂമിങ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു നോ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് ചെയ്യേണ്ടത്. സോ നമുക്ക് അതിനായിട്ട് നോ എന്ന് പറയുന്ന ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വൈറ്റ് കളർ ആക്കിയതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഞാൻ തൽക്കാലം ഈ ഒരു ഫോണാണ് ചൂസ് ചെയ്യണത്. ശേഷം നമ്മുടെ ഒരു കോപ്പി ചെയ്ത ഗ്ലോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നീക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്.
ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ഒരു കണ്ടന്റിനനുസരിച്ചുള്ള ഒരു ടെക്സ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ തൽക്കാലം നോ എന്ന് പറഞ്ഞാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഹിന്ദി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. സോ അതിനെ ക്രോം ഓപ്പൺ ആക്കിയിട്ട് ഇംഗ്ലീഷ് ടു ഹിന്ദി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ദെൻ നമുക്ക് ഇതിവിടെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. സോ ഞാൻ ഇവിടെ തൽക്കാലം നോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് നെഹി എന്ന് പറഞ്ഞ് ആ ഒരു ഹിന്ദി ഫോണ്ട് കാണാം, ആ ഒരു ടെക്സ്റ്റ് കാണാം. അത് ജസ്റ്റ് കോപ്പി ചെയ്ത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അതുപോലെ ഇപ്പോൾ മലയാളമായാലും ഹിന്ദി ആയാലും അറബിക് ആയാലും നമുക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ജസ്റ്റ് കട്ട് ചെയ്ത് ഇതുപോലെ സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു സൂമിങ് ആണ്. ഓക്കെ, സോ അതിനു മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ആഡ് ആക്കിയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സോഫ്റ്റ് ഗ്ലോ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്തിട്ട് വൈറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. സോ അതുകൊണ്ടാണ് വേഗം പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സൂമിങ് എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനെ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിൽ നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ളത് ഈ ഒരു സ്ക്രീൻ റെക്കോർഡും ആ ഒരു ChatGPT ആണ്. സോ അത് നമുക്ക് നല്ല 2 ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് എൻഡിങ്ങിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് അത് സൂം ചെയ്യുക. എന്നിട്ട് സ്ക്രീനിലാണെന്ന് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്ക്രീൻ റെക്കോർഡുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റിൽ പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് അതിൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ടിലും ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു സൂമിങ് എഫക്റ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.